അപ്പോൾ മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ചിലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യമായി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ഗുഡ് ഫ്രം സോഴ്സസ് ടു ഡെസ്റ്റിനേഷൻ അറ്റ് മിനിമം കോസ്റ്റ്. ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എവിടെ നിന്നാണെന്ന് വെച്ചാൽ സോഴ്സസിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ടാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് മിനിമം കോസ്റ്റിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഇനിഷ്യൽ ഫീസബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള 4 മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. സെക്കൻഡ് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. മൂന്നാമത്തത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. നാലാമത്തത് ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ലെങ്കിൽ മോദി മെത്തേഡ്. അടുത്തത് നമുക്ക് ഇനിഷ്യൽ ഫീസബിൾ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. Initial feasible solution is the starting solution that satisfy all supply and demand constraint. എല്ലാവിധ സപ്ലൈയും അല്ലെങ്കിൽ ഡിമാൻഡ് കൺസ്ട്രെയിൻറ്റിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് സൊല്യൂഷനെയാണ് നമ്മൾ ഇനിഷ്യൽ ഫീസബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാവിധ കൺസ്ട്രെയിൻ എന്നും നമ്മൾ ഇനിഷ്യൽ ഫീസബിൾ സൊല്യൂഷൻ്റെ അകത്ത് പറയുന്നു. ഈ കൺസ്ട്രെയിൻ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ constraint are limitation or restrictions on the availability of resources in an optimization problem. എത്രമാത്രം ലിമിറ്റേഷൻ ഒരു റിസോഴ്സസിനുണ്ട് അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിനുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം റിസ്ട്രിക്ഷൻ ഒരു അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിനുണ്ട് ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ, അതിനെയാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഓർ റിസ്ട്രിക്ഷൻ ഓൺ ദി അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇൻ ആൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. നമുക്കിനി കൺസ്ട്രെയിൻസിൻ്റെ എക്സാമ്പിൾ നോക്കാം. x + y ≤ 10, 2x + 3y ≥ 50, xy ≥ 0. These are the examples of constraint. When x + y ≤ 10, it indicates limited resources. When 2x + 3y ≥ 50, it indicates minimum requirement. xy ≥ 0, non-negativity constraint. നമുക്കിനി അടുത്ത ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നോക്കാം. ആദ്യമായിട്ടുള്ളത് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ട്, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ആണ്. ഇൻ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടോട്ടൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ ആയിരിക്കും. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ തന്നിട്ടുണ്ട്, സോഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കോസ്റ്റ് തന്നിട്ടുണ്ട് 4653, സപ്ലൈ 3020, ഡിമാൻഡ് 2525. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ആയിരിക്കും. ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. ഇത് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ടൈപ്പ് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. അവിടെ ടോട്ടൽ സപ്ലൈ നോട്ട് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആയിരിക്കത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡമ്മി റോ ഓർ കോളം അവിടെ ആഡ് ചെയ്യും ബാലൻസ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ, നമുക്ക് ഡെസ്റ്റിനേഷനും സോഴ്സസും തന്നിട്ടുണ്ട്, കോസ്റ്റ് തന്നിട്ടുണ്ട്, സപ്ലൈ ഡിമാൻഡ് തന്നിട്ടുണ്ട്. അതിനകത്ത് സപ്ലൈയും ഡിമാൻഡും ഈക്വൽ അല്ല. ഡിമാൻഡ് 40, സപ്ലൈ 50. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ഈസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഒരു അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആയിരിക്കും. നമ്മളിവിടെ ഒരു ഡമ്മി കോളം അല്ലെങ്കിൽ ഡമ്മി റോ ഇൻസേർട്ട് ചെയ്യും. നേരത്തെ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് ഡമ്മി ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാം. ആദ്യത്തെ നമുക്ക് ഡെസ്റ്റിനേഷനും സോഴ്സസും തന്നിട്ടുണ്ട്. സപ്ലൈ 50 ആണെന്നും ഡിമാൻഡ് നേരത്തെ നമ്മൾ കണ്ടതാണ് 40 ആയിരുന്നു. നമ്മളവിടെ 10 കൂടെ ആഡ് ചെയ്ത് 50 ആകാൻ വേണ്ടി ഡിമാൻഡിൻ്റെ അവിടെ 10 കൂടെ ആഡ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഒരു കോളം ആഡ് ചെയ്ത് അതിൻ്റെ അകത്ത് 0 കോസ്റ്റും കൊടുത്ത് ഇങ്ങനെയാണ് ഡമ്മി ചെയ്യുന്നത്. അത് ടോട്ടൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ എന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡമ്മി എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നോട്ട് നോക്കാം. When total supply exceed total demand, a dummy destination with 0 transportation cost is added to balance the transportation problem. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സപ്ലൈ ഡിമാൻഡിനേലി കൂടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഡമ്മി ഡെസ്റ്റിനേഷൻ ആഡ് ചെയ്യും. അതിന് 0 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡമ്മി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ വെച്ചുള്ള കണക്കുകൾ ചെയ്യാം. ഈ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.